കേരളത്തിലൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കമ്മികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൈബർ ആക്രമണം, ഇല്ലാത്ത കേസിൽ കൊടുക്കല്. ഇനി അറ്റ കൈക്ക് ഇത് രണ്ടും നടന്നില്ല, സൈബർ ആക്രമണവും ഇല്ലാത്ത കേസും ഒന്നും ഒരാളെ ബാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റി കട്ടുകൊണ്ടുപോകല്. അതിലും നടന്നില്ല എന്നുണ്ടെങ്കിൽ വഴിക്കിൽ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മുഖംമൂടി ഇട്ട് അടിക്കല്. അങ്ങനത്തെ ഒരു പ്രത്യേക തരം കളികൾ കാണിക്കുന്ന കുറച്ച് ക്യാപ്സ്യൂൾ കമ്മികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് 2 പേരുടെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ബൈജു എൻ നായർ. ബൈജു എൻ നായർ കാറിൻ്റെയും അങ്ങനത്തെ വാഹനങ്ങളുടെയൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരാളാണ്. റിവ്യൂ ഇൻ ദ സെൻസ് മൂപ്പരുടെ ഒരു നീഷ് അതാണ്, വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇടുന്ന ഒരു ചാനലാണ്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ മാസ്റ്റർ പീസിന്റെ ഇഷ്യൂ കുറച്ചും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം മാസ്റ്റർ പീസ് ആ ഒരു പിണറായി വിജയൻ സഖാവ് കേൾക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് അവരെ പിടിച്ച് കമ്മിയാൾ മൊത്തത്തിൽ എയർ കയറ്റി. ലാസ്റ്റ് എയർ കയറ്റി ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നവകേരള സദസ്സിൽ വെച്ച് ഉന്തും തള്ളുമായി പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ മുന്നിൽ വെച്ച് അടിച്ച് അവരുടെ ഫോണും തട്ടിപ്പറിച്ച് കട്ടുകൊണ്ടുപോയിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഇപ്പോഴും ആ ഫോൺ തിരിച്ചു കൊടുക്കാതെ അങ്ങനെ കുറേ കമ്മികൾ ഒരു കൂട്ടം വേറെ. അപ്പോൾ ഈ 2 പേരുടെ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ മാസ്റ്റർ പീസിൻ്റെ ഇന്നലെ ഇട്ട വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. കേരള പോലീസ് DYFI പ്രതികളെ കാണിച്ചു കൊടുത്തിട്ടും പിടിച്ചു തരാൻ കഴിയാത്ത മൊബൈൽ ഇനി ക്രൈംബ്രാഞ്ച് പിടിച്ചു തരുമോ? ഓക്കെ, ക്രൈംബ്രാഞ്ച് ആണിപ്പോൾ അന്വേഷിക്കുന്നത് ഇവരുടെ ആ ഒരു കേസ്. മൊബൈൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് മൈക്കും മൊബൈലും ഒന്നുമില്ല, ഒക്കെ ഏതോ കമ്മി അടിച്ചു മാറ്റി കൊണ്ടുപോയി. എന്നാൽ ആ അടിച്ചു മാറ്റിയ കമ്മിയുടെ പേര്, വിവരങ്ങൾ, വീഡിയോ അടക്കം മാസ്റ്റർ പീസ് ഇതിൽ വെക്കുന്നുണ്ട്. ഇതിലും വലിയൊരു നാണക്കേട് കേരള പോലീസിന് ഇനി വരാനില്ല. കാരണം പ്രതി ആരാണ്, മൊബൈൽ തട്ടിപ്പറിച്ചത് ആരാണ് എന്ന് വരെ ഒരാൾ കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒന്ന് ലൈക്ക് അയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടോ ഇല്ലയെന്ന് അന്വേഷിക്കാൻ പോലും നിങ്ങളെ കയ്യിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കേരള പോലീസിൽ എല്ലാവരും കമ്മികളാണോ അല്ലെങ്കിൽ കമ്മി മെമ്പർഷിപ്പ് ഉള്ളവരാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട്. നിസാർ ബാബുവിന്റെ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. ഞങ്ങള് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിച്ചത്, നമ്മളെ നവകേരള സദസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ ആക്രമിക്കുകയും ഞങ്ങളെ മൊബൈൽ പിടിച്ചു പറിക്കുകയും ചെയ്ത പ്രതികള് അല്ലെങ്കിൽ പിടിച്ചു പറിച്ചത് ആരാന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്താനുള്ള കാരണം അരീക്കോട് പോലീസ് അന്വേഷണം നിർത്തിവെച്ച് അന്വേഷണം കഴിഞ്ഞു. ഇപ്പൊ അന്വേഷിക്കുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് ആട്ടോ. അന്ന് മൊഴി എടുത്ത സമയത്ത് സാറ് പറഞ്ഞത് നമ്മളെ കൊടുത്ത മൊഴിയിൽ ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് ഇവർക്ക് കിട്ടിയ ഡീറ്റെയിൽസ് പ്രകാരം അന്ന് നവകേരള സദസ്സിൽ വെച്ചിട്ട് നമ്മളെ മർദ്ദിക്കുകയും അത് പരാതിപ്പെടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ അരീക്കോട് ചെന്ന സമയത്ത് CI അബ്ബാസ് അലി സാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ വെച്ചിട്ട് വീണ്ടും അവർ ഞങ്ങളെ DYFI പ്രവർത്തകർ ഞങ്ങളെ മർദ്ദിക്കുകയും എന്നെ മർദ്ദിക്കുകയും അത് ഞാൻ ഹോസ്പിറ്റലാവുകയും ചെയ്ത ആ മൊഴി അതിൽ പോലീസ് സ്റ്റേഷനിലുള്ള മർദ്ദനം ഇപ്പൊ അതിൽ കാണാനില്ല. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, ആരെയാണ് സംരക്ഷിക്കണമെന്നും അറിയില്ല. ഇതിൽ ആരാണ് പ്രതി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇതൊക്കെ ഞാൻ ഓഫീസേഴ്സിനോടൊക്കെ പറഞ്ഞ പോലീസുകാരോണ്ടും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഇതാണ് പ്രതി, ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ഈ ആള് പാലക്കപ്പറമ്പിലുള്ളതാണ്, കാവനൂരിലാണ്, ശ്രീജേഷ് ആണ് ഇവന്റെ പേര്. ഇവന് എളയൂര് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവനാണ് എന്റെ മൊബൈൽ എടുക്കുന്നത്. മൊബൈൽ എടുക്കുന്ന രംഗമാണ് കാണുന്നത്. അവന്റെ കയ്യിൽ ഇതാ മൊബൈൽ പോയിട്ടുണ്ട്. അതിനുശേഷം ആദിലിനോട് പറയുന്നുണ്ട്, നീ പോയിക്കോ, പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങിക്കോ എന്ന് വരെ പറയുന്ന ഇത്രയും എവിഡൻസ് നമ്മളെ 1.25 ലക്ഷം രൂപയുടെ മൊബൈലും 28,000 രൂപയുടെ മൈക്കും തട്ടിപ്പറിക്കണ എല്ലാ രംഗങ്ങളും കൊടുത്തിട്ടും അതിനൊരു അവസാനം ഇല്ല കേട്ടോ. ഇത് നമ്മൾ കട്ടതാ. ഇത് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലുള്ള ആള് ബ്ലോക്ക് സെക്രട്ടറി ആണ്. DYFI ബ്ലോക്ക് സെക്രട്ടറി ആണ്. ഈ ആള് നമ്മൾ ഇതുവരെ പേര് പറയാതിരുന്നത് ഇവൻ എന്റെ കൂടെ പഠിച്ചത് 8നും 9ാം ക്ലാസ്സിനും. ഈ പറഞ്ഞ ആള് നമ്മൾ മാന്യത കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ മാക്സിമം എത്രത്തോളം ശ്രമിക്കാൻ കഴിയും അത്രത്തോളം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ സാധനം ഐഫോൺ ഇപ്പൊ നവംബർ 30, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസമായി, ഏകദേശം 3 മാസത്തോളമായി. എന്താണ് ഇതിന്റെ ഈ ഒരു അന്വേഷണത്തിൽ? നിസാർ ബാബുവിന്റെ മൊബൈൽ ഫോണ് നിസാർ ബാബുവിന്റെ ഉമ്മാന്റെ പെൻഷൻ പൈസക്ക് മേടിച്ചതല്ലാത്തത് കൊണ്ട് DYFIക്കാർക്ക് ആ ഒരു മൊബൈൽ കണ്ടപ്പോ കുറച്ച് കുരു പൊട്ടി. ഇവിടെ അമ്മയുടെ പെൻഷൻ പൈസക്ക് മേടിച്ച സാധനം മുതലിനും ഒക്കെ തന്നെ ഇവിടെ എന്തുള്ളൂ, കമ്മികൾക്ക് വില ഉള്ളു. അതോ ഇനിയിപ്പോ ഇവനെതിരെ SFIO അന്വേഷണം കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിലും വലിയ കാര്യമൊന്നുമില്ല.
എല്ലാരെ മുതലും ഉമ്മാന്റെ അമ്മേന്റെ പെൻഷൻ പൈസക്കാണ് എന്നുള്ളൊരു ധാരണ, അതാണ് കമ്മികളുടെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ കട്ട് കൊണ്ടുപോയ ഓന് ഈ സൊസൈറ്റിയിൽ ഓൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അവിടെ കട്ട് കൊണ്ട മുതലോണ്ട് അനക്ക് എന്ത് ലാഭം എനിക്ക് കിട്ടണത്? പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് കക്കാൻ നടക്കുന്നത്. ഇങ്ങനെ ബാങ്കിൽ ജോലിയുള്ള ആളല്ലേ ഇങ്ങനെ കക്കാൻ പാടും. പാർട്ടിക്ക് വേണ്ടിയിട്ട് കക്കാൻ നടക്കാന പാർട്ടിക്കളനായി. കഷ്ടം. എന്താണെങ്കിലും നിസാർ ബാബുവിന് സാധനം മുതൽ പോയി കിട്ടി. മുതൽ പോയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാന്റെ പെൻഷൻ പൈസക്ക് അല്ല, നിസാർ അധ്വാനിച്ച് വാങ്ങിയ മുതലായതുകൊണ്ട് നിസാറിന് അതിനുള്ള സങ്കടം കാണും. ചിലർക്ക് അങ്ങനെയല്ലല്ലോ, പെൻഷൻ പൈസക്ക് ഉണ്ടാക്കിയ മുതലിനൊന്നും വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ആരാണെങ്കിലും കട്ടിട്ടുണ്ടാക്കാന്നുള്ള രീതിക്കാവുമ്പോൾ പാർട്ടി അങ്ങനെയൊക്കെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതല്ല വിഷയം. സംഗതി കട്ട് കൊണ്ടുപോയി കള്ളനാണ്. അതിനി ബാങ്കിലുള്ളവനാണെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവനാണെങ്കിലും കള്ളനാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഈ പാർട്ടിയിലെ തലപ്പത്തിരിക്കുന്ന ബുദ്ധിജീവികൾ AKG സെന്ററിൽ ഒരു ഓലപ്പടക്കം പൊട്ടിയപ്പോഴത്തേക്കും നിലവിളിച്ച് കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ സ്വന്തം മുതൽ പോയ ഒരാൾ ഇതേമാതിരി പറയൂടാ വന്നിട്ട് പബ്ലിക്കില്. അതോ ഇനിയിപ്പോ AKG സെന്ററിൽ നിന്ന് കിണ്ടി പോയാൽ മാത്രം അന്വേഷണം നടക്കുമോ? ഇതൊക്കെ ഇതെന്താ അറിയോ, ഇത് ക്യാപ്സ്യൂൾ ഇങ്ങനെ കൊടുക്കും പാർട്ടിന്ന്. എന്നാ ഓൻ കുറച്ച് ഇങ്ങനെ പാർട്ടീനെ പറയുന്നുണ്ട്, ഓനെ പിടിച്ചോ, ഓനെ തീർത്തോ, ഓനെ ചെയ്തോ. വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ പറ്റണ്ടേ? ഇല്ലെങ്കിൽ പിന്നുള്ള പരിപാടി എന്താ, കിട്ടിയോടത്ത് വെച്ച് അടിക്കുക, കട്ടുണ്ടുപോകുക സാധനങ്ങൾ. ഇതൊക്കെയാണ് പണി. അങ്ങനെ നിസാർ ബാബുവിൻ്റെ ഒരു സൈഡിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും തീരാതെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്തത് ബൈജു എൻ നായരുടെ ഒരു വീഡിയോ, അമ്മേ മഹാമായി എന്ന് പറഞ്ഞുള്ളൊരു വീഡിയോ XUV 700ന്റെ ഒരു റിവ്യൂ ചെയ്ത സമയത്ത് ബൈജു എൻ നായർ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഏറ്റവും പുതിയ 2024 മോഡൽ XUV 700 വന്നപ്പോൾ വില എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 14 ലക്ഷം രൂപ തൊട്ട് 24 ലക്ഷം രൂപ വരെയാണ് വിവിധ വേരിയൻറ്റുകളുടെ എക്സ്ഷോറൂം വില. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഓടിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിനാണ് 24 ലക്ഷം രൂപ എക്സ്ഷോറൂം വില വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ അമ്മയുടെ 3 മാസത്തെ പെൻഷൻ തുക കൊണ്ട് IT കമ്പനി തുടങ്ങിയ പോലെയൊന്നും ഈ വാഹനം വാങ്ങിക്കാൻ പറ്റില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ട് വിയർത്താൽ മാത്രമേ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലൊക്കെ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയേണ്ടത്. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ നോക്കാം. ബൈജു എൻ നായർ പെൻഷൻ പൈസയും പറഞ്ഞ് നല്ലൊരു തോണ്ടൽ നിങ്ങൾക്ക് ഇട്ട് തോണ്ടിയപ്പോൾ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് കൊണ്ടു. പക്ഷേ ബൈജു എൻ നായർ ഇപ്പം തുടങ്ങിയ തോണ്ടലല്ല. ബൈജു എൻ നായർ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റിനെ മാത്രം തോണ്ടുന്നതുമല്ല. ഇതിന് മുമ്പ് ബൈജു എൻ നായർ പറഞ്ഞ സാധനം കേട്ടോ. ഇവിടെ കുറേ ഡെമ്മി സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. NSSന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ സമുദായത്തിനോ സമൂഹത്തിനോ ഒരു ഗുണവുമില്ലാത്ത ആൾക്കാരിരിക്കുന്ന പോലെ ഇതൊരു പ്രയോജനമില്ലാത്ത കുറച്ച് ഡെമ്മി സ്വിച്ചുകൾ ഇവിടെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് വാഹനത്തിൻ്റെ ഇന്റീരിയറിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. NSSനെ തോണ്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു തോണ്ടിയിട്ടുണ്ട്. ഭാഗമാണ് ഇവിടെ കാണുന്നത്. ബൂട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാ 315 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഒരു ബിരിയാണി ചെമ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല. അത്തരം കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാനും പറ്റില്ല. കൂടെ വെച്ചിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എങ്കിലും തരക്കേടില്ലാത്ത ഒരു സ്പേസ് എന്നാണ് പറയേണ്ടത്. ഇത്തരത്തിലുള്ളൊരു വാഹനത്തെ സംബന്ധിച്ച് ഇത്രയൊക്കെ ബൂട്ട് സ്പേസ് തന്നെയാണ്. എങ്കിൽ പോലും ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, കോട്ടയംകാർ ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയംകാർ എന്ത് സാധനങ്ങളും ഫുൾ ബ്ലാക്ക് ഉള്ളത് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ലത്. എന്തായാലും കാണുന്ന പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിൻ്റെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്ഥിരം നമ്മൾ കണ്ട് ശീലിച്ച വാഹനങ്ങളിൽ നിന്നും പെൻഷൻ പൈസയും ബിരിയാണി ചെമ്പും കറുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ബൈജു എൻ നായർ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ ഇതിന് മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അയാളെ വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന സാധനങ്ങളാണിത്. പക്ഷെ ഇപ്രാവശ്യം എന്താണെന്നുണ്ടെങ്കിലും ബൈജു എൻ നായർ പറഞ്ഞതിന് ഇയാളെ വെറുതെ വിടില്ല എന്നുള്ള സ്കീമിൽ നമ്മുടെ കമ്മി പേജുകളാണ്ട് ഇറങ്ങി തിരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ബൈജു എൻ നായരുടെ പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കി ഓരോ സൈഡിൽ നിന്നായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലും പോസ്റ്റും പരിപാടികളൊക്കെ ആയിട്ട് കമ്മി പ്രൊഫൈലുകൾ ഓടിക്കതച്ച് അവരുടെ വരവാണ് ഇനി. ഓക്കെ, ഇതിലിട്ടിട്ടുള്ളത് തനിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാതിരിക്കുക, മാനസിക രോഗമുള്ള ആളുകളുടെ പെൻഷൻ തട്ടിയെടുക്കുക, അങ്ങനെ ഓരോ കുസൃതികളാണ് ബൈജു അണ്ണൻ്റെ ഹോബി. സംഗതി ശരിയാണ്. താരാ ഗണപതി എന്ന് പറഞ്ഞുള്ള ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ 2022 ബൈജു എൻ നായറിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അതിലൂടെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായത് അതിൽ ഒരുപാട് ബൈജു എൻ നായർക്കെതിരെയുള്ള കേസുകളും കാര്യങ്ങളുമായിട്ട് അവരുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ കുറച്ചധികം അലിഗേഷൻസ് ബൈജു എൻ നായർക്കെതിരെ പറയുന്നുണ്ട്. അവർ കൊടുത്ത കേസിൻ്റെ ഡീറ്റെയിൽസ് അവർ വെക്കുന്നുണ്ട്. ഇതിൽ തന്നെ ബൈജു എൻ നായർ അന്ന് കൊടുത്തൊരു റിപ്ലൈ ഒക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണാനിടയായി. ഞാൻ കാശ് കടം വാങ്ങിയിട്ടുള്ളവർ ഉടൻ തന്നെ അടുക്കള ഭാഗത്ത് വന്ന് പലിശയടക്കം തിരികെ വാങ്ങേണ്ടതാണ്, ജയരാജൻ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. അവിടെയും ഈ പറഞ്ഞ മാതിരി പാർട്ടിയുമായിട്ടുള്ള, അന്നും പാർട്ടിയെ പറഞ്ഞപ്പോൾ കുത്തിപ്പൊങ്ങി, ഇപ്പോഴും പാർട്ടിയെ പറഞ്ഞപ്പോൾ കുത്തിപ്പൊങ്ങി, അങ്ങനെ ബൈജു എൻ നായർ റിലേറ്റഡ് ആയിട്ട് ഈ കുത്തിപ്പൊക്ക് സാധനങ്ങൾ എന്താണെങ്കിലും വരുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ തന്നെ ബൈജു എൻ നായരുടെ യഥാർത്ഥ മുഖം വെളിവാക്കുന്ന പല പോസ്റ്റുകൾ കാണാനിടയെ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ സൗകര്യാർത്ഥം എല്ലാം എല്ലാവരിലേക്കും എത്തിക്കാൻ ഓരോ പോസ്റ്റിലും ലിങ്കുകൾ ചെറുതായി ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ എല്ലാവരും, അതായത് ഈ താര ഗണപതി മുതൽ അങ്ങോട്ട് പിന്നെ ഒരുപാട് ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഈ പറഞ്ഞ ബൈജു എൻ നായരെ കുറിച്ചിട്ട് ഫിനാൻഷ്യൽ ഫ്രോഡ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഇട്ട ഒരുപാട് പോസ്റ്റുകൾ, ഇതേപോലെ പ്രിയ നായർ എം, അങ്ങനെ കുറേ പേര് കുറേ അധികം പോസ്റ്റുകളൊക്കെ ഇട്ടതൊക്കെ എടുത്തിട്ട് ഒരു കുത്തിപ്പൊക്കി സാധനം വിട്ടു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ, പാർട്ടിയെ ഏതെങ്കിലും ഒരു തരത്തിൽ ഓക്കെ സർക്കാസ്റ്റിക് ആയിട്ടോ ട്രോളായിട്ടോ ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ പഴയ കേസ്, ഇല്ലെങ്കിൽ എവിടുന്നും ഇല്ലാത്തൊരു പെണ്ണ് കേസ്, ഇല്ലാന്നുണ്ടെങ്കിൽ എവിടുന്നും ഇല്ലാത്തൊരു കഞ്ചാവ് കേസ്, ഇല്ലെങ്കിൽ എവിടുന്നും ഇല്ലാത്തൊരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം കുത്തിപ്പൊക്കിക്കൊണ്ട് ഇനി ഇല്ല. ഇതിപ്പോൾ ബൈജു എൻ നായരുടെ ഓക്കെ, ഇതിലൂടെ പോകുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ബൈജു എൻ നായർക്കെതിരെ കേസുകളുണ്ട്. ഞാനിത് കൃത്യമായി നോക്കി അക്കം ഇട്ട് നോക്കുമ്പോൾ കേസുകളുണ്ട്. പല കേസുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കേസുകളും സോൾവ് ആയോ ഇല്ല എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ഇല്ല. എന്തായാലും ഒന്നിലധികം കേസുകൾ ബൈജു എൻ നായർക്ക് ഉണ്ട് എന്നുള്ളത് ഇന്ന് വ്യക്തമാണ്. ഓക്കെ, അതിൽ പല ഇൻവോൾവ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഫ്രോഡ് അടക്കം, പിന്നെ ഏതോ ഒരു ലേഡിയോട് സംസാരിക്കുന്നതടക്കം കുറേ അധികം കേസുകളുണ്ട്. പക്ഷെ അയാൾ സ്റ്റിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അയാൾ ചിലപ്പോൾ അയാളുടെ കേസുകളും കാര്യങ്ങളും ആ വഴിക്ക് അയാൾ നടത്തുന്നുണ്ടാവും. ഇവിടെ ഈ നിസാർ ബാബുവിൻ്റെ കേസും ബൈജു എൻ നായരുടെ കേസും ഓക്കെ, രണ്ടും എടുത്തു നോക്കുമ്പോൾ ഒരു കാര്യം കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത്, ഒരു വ്യക്തി പാർട്ടിയെ എന്തെങ്കിലും രീതിയിൽ ഒരു വിമർശനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ഒരു അഭിപ്രായമോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഫിസിക്കലി അസോൾട്ട്, ഇതേപോലെ കേസ്, പഴയ കേസുകൾ കൊണ്ടുവന്നിടൽ, സൈബർ ആക്രമണം, നമ്മളെ കയ്യിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുവരും, കൈ കിട്ടിയ തല്ലൽ, ഇതിപ്പോൾ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്നു പറയുന്നത്. ഞാനിത് അനുഭവിച്ച വ്യക്തിയാണ്. എൻ്റെ 230K ഇൻസ്റ്റാഗ്രാം പേജ് ഇതേപോലെ അടിച്ചു കളഞ്ഞാണ് കമ്മികൾ. ഇല്ലാത്തൊരു കേസ് കണ്ണൂർ കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ പൂട്ടിച്ചു കളഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? എടാ, നിങ്ങൾ പാർട്ടിയിലുള്ളവർ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ആയിട്ടുള്ള പൊളിറ്റിക്കൽ, പിന്നെ ഈ പറഞ്ഞ പോലീസുകാരുടെ പവറും സാധനങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോ? ആള് തീർന്നു പോയാലല്ലേ ബാക്കി വായ മിണ്ടാതിരിക്കുള്ളൂ. അങ്ങനെ ഉണ്ടേ. ഉപദ്രവം കൂടി കഴിഞ്ഞാൽ ആരാണെങ്കിലും വിളിച്ചു പറയില്ല മക്കളെ. ഞാനൊക്കെ അങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയ ഒരാളാണ്. ഉപദ്രവിച്ച് നിങ്ങൾ ചൊറിഞ്ഞ് വിളിച്ചു പറയിപ്പിക്കുകയാണ്. ഇതിപ്പോൾ നിസാർ ബാബുവിൻ്റെ കേസ്, ആ ഫോണ് എടുത്തു കൊണ്ടുപോയോ കൊടുക്കണ്ട, പച്ചയ്ക്ക് ആരാന്നുള്ളത് നിസാർ ബാബു വിളിച്ചു പറയുന്നുണ്ട്. കുറച്ച് ഉളുപ്പും നാളോ മാനെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടൊരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഒരു മെസ്സേജ്, എൻ്റെ സാധനം ഇന്ന സ്ഥലത്തുണ്ട്. ഇപ്പം മറ്റേ പരിപാടി നടക്കുന്നുണ്ടല്ലോ, ക്യാഷ് ഹണ്ട്, അതേമാതിരി മൊബൈൽ ഹണ്ട്, ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് ഒന്ന് 4 ക്ലൂ കൊടുത്തിട്ട് ഓനോട് എടുത്തോളാൻ പറ. നിസാർ ബാബുവിൻ്റെ വഴിക്ക് പോകും. പിന്നെ ഞങ്ങളെക്കുറിച്ച് പറയാൻ വരുമോ? ഇല്ല. പിന്നെ ബൈജു എൻ നായർ, നാട്ടിൽ പൊതുവായിട്ട് നടക്കുന്ന പെൻഷൻ പ്രശ്നവും നാട്ടിലെ കറുപ്പിൻ്റെ പ്രശ്നവും ബിരിയാണി ചെമ്പും മറ്റേ NSSഉം അയാളെ കണ്ടന്റിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പൊതുവായിട്ട് നടക്കുന്ന നാട്ടിൽ എല്ലാവരും കാണുകയും കേൾക്കണേയും കാര്യമല്ലേ? അല്ല പാർട്ടിക്കകത്ത് മറ്റേ ഒളിക്യാമറ വെച്ചിട്ട് പറയുന്നതൊന്നുമല്ലല്ലോ. ഇപ്പം ഞാൻ പറയുന്നതാണെന്നുണ്ടെങ്കിലും പൊതുവായിട്ട് ഇവിടെ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന കേസാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പാർട്ടിയുടെ ഒരു പ്രത്യേക ഇഷ്യൂ മാത്രം എടുത്ത് അത് കൊണ്ടുവന്ന് ഊതിപ്പെരിപ്പിച്ച് ആ സ്കീമാണോ? അല്ല. റെയറായിട്ട് അങ്ങനെ വല്ല കേസുകളും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും വന്ന് പറഞ്ഞു തരുമ്പോൾ, അനുഭവസ്ഥർ വന്ന് പറയുമ്പോൾ ചില കേസുകൾ എടുക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇവിടെ ന്യൂസിൽ 24/7 വരുന്ന കാര്യങ്ങൾ ഇരുന്നല്ലേ നമ്മൾ സംസാരിക്കണേ. അതിലൊക്കെ നിങ്ങൾക്ക് ഇത്രത്തോളം ചൊറിഞ്ഞു പൊട്ടി, ഇത്രത്തോളം സൈബർ ആക്രമണങ്ങളും കൈ കിട്ടിയ ആളെ തീർക്കലും മുതലടിച്ചുകൊണ്ട് പോക്കും എന്ന് എന്താ ഇവിടെ രാജഭരണം? മനസ്സിലാവണില്ല.